ഒരു കപ്പ് റവയും ഒരു മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന കുറച്ച് ചേരുവകൾ മാത്രം വെച്ചിട്ട് നമുക്ക് ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പം നമുക്ക് ഈ ഒരു പലഹാരം എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കല്ലേ. നമുക്കിത് തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. റവ ഇപ്പോൾ വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള റവ ചേർത്ത് കൊടുക്കാവേ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങ കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാനൊരു 1/4 കപ്പ് അളവിൽ ശർക്കരയൊന്ന് ചീകി എടുത്തിട്ടുള്ളതാണ്. അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതിന് കൂടെ തന്നെ ഒരു മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വാനില എസൻസിന് പകരം നിങ്ങൾക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി വേണേലും ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അതൊന്ന് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവേ. അരച്ചെടുത്തിട്ടുള്ളത് ഒരു ബൗളിലേക്ക് മുഴുവനായും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു പിഞ്ച് അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ 2 പിഞ്ച് അളവിൽ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ബാറ്റർ തയ്യാറാക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് വെള്ളം കൂടി പോകാതെ നോക്കണം. ഈ ഒരു പരുവത്തിന് വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട്. നമ്മളിനി ഇത് ചുട്ടെടുക്കാനായിട്ട് ഇതുപോലെ കുഴിയുള്ളൊരു പാത്രം വേണം എടുക്കാനായിട്ട്. അതിലേക്ക് കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു തവി ബാറ്റർ ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കിയതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാവേ. പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും, മുട്ടയും റവയൊക്കെ ആയതുകൊണ്ട് തന്നെ. ഇതിപ്പോൾ ഒരു സൈഡ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്ത ശേഷം ഇത് അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മുരിയിച്ചെടുത്താൽ മാത്രം മതി. ഇതിപ്പോൾ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയും കൂടി നമുക്കൊന്ന് ചുട്ടെടുക്കാം. ഇതിപ്പോൾ ഞാൻ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ സോഫ്റ്റായിട്ടുള്ളൊരു പലഹാരമാണ് ഇത്. നമുക്ക് വീട്ടിൽ എപ്പോഴും കാണുന്ന ചേരുവകൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇത് നമ്മൾ മുറിച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ കലത്തപ്പമൊക്കെ റെഡിയാക്കി എടുക്കില്ലേ, ആ ഒരു സമയത്ത് നല്ല ആരെടുത്തിട്ടല്ലേ അതിൻ്റെ ഉൾഭാഗമൊക്കെ ഇരിക്കുന്നത്. ആ ഒരു രീതിക്ക് തന്നെയാണ് നമുക്ക് ഈ ഒരു പലഹാരം റെഡിയായി കിട്ടുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം നിങ്ങൾ റെഡിയാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിച്ചേക്കണേ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്